ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഈ ഫ്ലവർ എങ്ങനെ ചെയ്യാന്നാണ്. അപ്പം എങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് 2 കളർ യാണ് വേണം കേട്ടോ. 2 കളറ് നൂലെടുത്തിട്ട് സെൻറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും എടുക്കാം. അപ്പം ഞാൻ ബ്ലാക്കും വൈറ്റും ആണ് എടുക്കുന്നത്. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് ഊരാക്കുടുക്കിടൽ എങ്ങനെയാണ്, സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇതൊക്കെ വെച്ച് എങ്ങനെ ചെയ്യൽ എന്നുള്ളത് ഞാൻ ഇന്നലെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഊരാക്കുടുക്കിട്ട് എന്നിട്ട് 6 ചെയിൻ ചെയ്യുക. 1 2 3 4 5 6. ഇനി ഈ ഒന്നാമത്തെ ഊരാക്കുടുക്കിട്ട ഫസ്റ്റ് നമ്മൾ ചെയ്ത ചെയിനിൽ കുത്തി കൊടുക്കുക. അപ്പോൾ സൂചിമേൽ 2 സ്റ്റിച്ച് ഉണ്ടാവും, 2 ലൂപ്പ്. ഇനി ഒന്ന് ചുറ്റിയിട്ട് ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ച് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നായി വരും. ഇപ്പോൾ സൂചിമേൽ ഒരു ലൂപ്പായി. ഇനി ഇപ്പോൾ ഒരു കുഞ്ഞ് റൗണ്ട് ഇവിടെ വന്ന് ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക അറിയാത്തപോലെ ഈ ചാനലിൽ കയറി നോക്കിയാൽ ലോങ് വീഡിയോ ഉണ്ട്, ഇന്നലെ ഇട്ടത്, അതിൽ മനസ്സിലാവും. ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ. ഒന്ന് ചുറ്റി ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കുത്തി കൊടുത്ത് വീണ്ടും ഒന്ന് ചുറ്റി റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ടെടുത്ത്. അപ്പോൾ സൂചിമേൽ 3 ലൂപ്പുണ്ട്. ഇനി ഒന്ന് ചുറ്റി ആ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചെടുക്കണം. ഇതാ 1. ഇനി 11 എണ്ണം ഇതുപോലെ ചെയ്യണം. ഒന്ന് ചുറ്റി റൗണ്ടിൻ്റെ ഉള്ളിലിട്ട് വീണ്ടും ഒന്ന് ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് തിരിച്ചെടുത്ത് സൂചിമേൽ 3 ലൂപ്പ്, ഒന്ന് ചുറ്റി 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചെടുത്ത് 2 എണ്ണം ചെയ്തിട്ടാ. ഇനി ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇതാണ്. അവിടെ ഒരു മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പം ലാസ്റ്റ് നമ്മൾ 12 എണ്ണം ചെയ്തിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് മാർക്കർ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഒരു മാർക്കർ വെച്ച് കൊടുക്കട്ടോ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. അവിടെ ഒരു പിന്ന് കുത്തി കൊടുത്ത് മാർക്കർ. ഇനി മാർക്കർ ഇല്ലെങ്കിൽ നമ്മളെ സേഫ്റ്റി പിന്നൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ 2 എണ്ണം അതിൻ്റെ ഉള്ളിൽ ചെയ്ത് ഇനി മൂന്നാമത്തത് 3 4 5 6 7 അങ്ങനെ 12 എണ്ണം ചെയ്തെടുക്കട്ടോ. അപ്പോൾ 12 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്ന് ഇവിടെ ഊരിയിട്ട് ഇതിക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നൂര എന്നിട്ട് ഇതിക്ക് കുത്തി കൊടുക്കുക. ഇവിടെ 2 വരമ്പ് പോലെ ഒരു വി സ്റ്റിച്ചായിട്ട് കാണാം. ആ 2 ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാൽ കുത്തുക. 2 വരണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് ഒന്ന് ചുറ്റിയിട്ട് ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ സൂചിമുള്ള ആ 3 ലൂപ്പിൽ 2 എണ്ണം ഉള്ള ഞാൻ ഫസ്റ്റ് പറഞ്ഞ 2 എണ്ണം എന്നുള്ളത് ഒന്നാക്കിയിട്ടാണ് കൂട്ടുക. അതിന് ഒരു സ്റ്റിച്ചായിട്ടാണ് നമ്മൾ പറയുമ്പോൾ പറയലേ. അപ്പോൾ സൂചിമ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചെടുത്ത് ഒന്നാക്കുക. ഇനി നൂല് കട്ട് ചെയ്യണം. നൂല് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിനിട്ട് നൂല് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് സൂചി പുറത്തേക്ക് വലിച്ചെടുത്ത് ടൈറ്റാക്കി. അപ്പോൾ ഇതിങ്ങനെ വരും. ഇനി ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇത് വലിച്ചെടുത്താൽ മതി. വലിച്ച് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പീസും കൂടെ
ഇങ്ങനെ കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇനി അത് അയിഞ്ഞ് പോരൂല. ഈ കഷ്ണം കാണുന്നത്, ഈ ചെറിയ പീസ് കാണുന്നത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ചക്രത്തിൻ്റെ ഒക്കെ ഒരു മോഡലിൽ ഇങ്ങനെ വന്നേ. ഇനി നമുക്ക് വേറെ നൂലെടുക്കാം, വൈറ്റ് നൂലെടുക്കാം. ഇനി വൈറ്റ് നൂലെടുത്തിട്ട് ഒരു ഊരാക്കുടുക്ക് ഇട്ട് കൊടുക്കുക. ഊരാക്കുടുക്കിട്ട് ഇനി ഇതാ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ചക്രം എടുത്തിട്ട് ഏതെങ്കിലും ഒരു 2 വരൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കൊടുത്ത് ഈ ഊരാക്കുടുക്കിൻ്റെ ഈ ഹോളിലെ അതിൻ്റെ ഉള്ളിലേക്ക് സൂചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വലിച്ചെടുത്ത് ഇനി ഒന്ന് ചുറ്റിയിട്ട് 12 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 12. ഇപ്പോൾ 12 ചെയിൻ നമ്മളിട്ട് ഇടത് ഭാഗത്തേക്കല്ല, സോറി വലത് ഭാഗത്തേക്കല്ല കുത്തേണ്ടത്, ഇടത് ഭാഗത്തേക്കാട്ടോ കുത്തേണ്ടത്. ഇടത് ഭാഗത്ത് തൊട്ടടുത്തുള്ള സ്റ്റിച്ചിക്ക് ആ 2 വരൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കൊടുത്തിട്ട് ഈ നൂല് പിടിച്ചിട്ട് ഒന്ന് ചുറ്റി, ഇപ്പോൾ ഈ ലൂപ്പിൽ ഇതാ ഒരു ഇതും കൂടെ ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചാട്ടെടുക്കേണ്ടത്. ഇതാ ഒന്നാക്കി വീണ്ടും 12 ചെയിൻ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും 12 ചെയിൻ ചെയ്തിട്ട് വലത് ഭാഗത്തേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. 2 തൊട്ടടുത്തുള്ള ഹോളിൽ കുത്തുക. ഈ വി സ്റ്റിച്ച് പോലെയുള്ള 2 വരമക്കൂടെ ആയിട്ട് കുത്തേണ്ടത് ഈ അറ്റ ഭാഗത്തുള്ള. ഇനി ഒന്ന് ചുറ്റിയിട്ട് എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചെടുത്തിട്ട് പോന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2 ഇതളായി, 2 ഇതളായി. ഇനിയും 12 ചെയിൻ. മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാർക്കർ വെച്ച് കൊടുക്കട്ടെ. ഈ കട്ടിങ് ഇവിടെ കാണുന്നതുകൊണ്ട് അതുവരെ ചെയ്യാമെന്ന് മനസ്സിലാവും. അപ്പോൾ മാർക്കറിൻ്റെ ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളവർക്ക് ഒരു കളർ നൂല് തന്നെയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കളർ കൊണ്ടും ചെയ്യാം. ഒരു കളർ തന്നെയാണെന്നുണ്ടെങ്കിൽ മാർക്കർ വെക്കേണ്ടി വരും. ഇപ്പം നമ്മൾ 1 2 3 4 തൊട്ടടുത്തുള്ളതിൽ കുത്തി കൊടുക്കുക. എല്ലാ സ്റ്റിച്ചിലും കുത്തണം കേട്ടോ. നൂലിങ്ങനെ ലൂസ് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ 3 ഇതളായി. അങ്ങനെ 12 സ്റ്റിച്ചിലും ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഈ ഫ്ലവർ നമുക്ക് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്. ക്രോഷ്യ പഠിച്ച് വരുന്നവർക്ക് ഏറ്റവും സിമ്പിളാണ് ഈ ഫ്ലവർ ചെയ്യാൻ. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. ഇതാ ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ചെയ്യാനുള്ളൂ, അതിലും കൂടെ ചെയ്യാം. ഈ 2 എണ്ണത്തിൽ കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പം എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ചെയ്ത് ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നൂല് കട്ട് ചെയ്യാം. ഇതിങ്ങോട്ട് വലിച്ചെടുക്കുക, ഇവിടെ ടൈറ്റ് ചെയ്യുക.
ഈ കാണുന്ന പീസില്ലേ അത് നമുക്ക് ഉള്ളിലേക്കാക്കി കൊടുക്കാം. ഈ പീസ് നമുക്ക് ഈ ചെയിനിൻ്റെ ഉള്ളിൽ കുത്തി കൊടുത്തിട്ട് ഈ കഷ്ണം ഇങ്ങോട്ട് വലിക്കുക. ഇനി തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ തന്നെ വീണ്ടും കുത്തിയിട്ട് ഇതൊന്നും കൂടെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഇനി ഇവിടെ നൂല് കട്ട് ചെയ്യാം. എന്താ ഇനി കൈ കൊണ്ട് ഇത് നേരാക്കി കൊടുത്താൽ ഇങ്ങനെ വരും കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.